പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മണിപ്പൂരിൽ പലയിടത്തും സംഘർഷം. ചുരാചന്ദ്പൂരിൽ മോദിയുടെ ഫ്ലക്സ് ബോർഡുകളും മറ്റും തകർത്തു. നാളെ രാവിലെയാണ് മോദി മണിപ്പൂരിലെത്തുന്നത്. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേർന്നത്. അനൂപ്, മോദി കലാപം ഉണ്ടായതിനു ശേഷം, അതായത് 2023 മെയ്യിൽ കലാപം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു. കുക്കികളുമായി ഏറെക്കുറെ ഒരു ഡീലിലെത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പക്ഷേ അത് പൂർണ്ണമായും സമാധാനപരമായിരിക്കില്ല എന്നുള്ളതാണോ? ഇപ്പോഴും പ്രതിഷേധമുള്ള ആളുകൾ ബാക്കിയുണ്ടോ? ചുരാചന്ദ്പൂരിൽ എന്താണ് സംഭവിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാഗതം അരുളിക്കൊണ്ടുള്ള കുറേയേറെ ഫ്ലക്സ് ബോർഡുകൾ, തോരണങ്ങളൊക്കെ ചുരാചന്ദ്പൂരിലുണ്ടായിരുന്നു. ഒരു വലിയ സംഘം ആൾക്കൂട്ടം എത്തി ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ വലിച്ചു പറിച്ച് താഴെയിട്ട് അത് കൂട്ടിയിട്ട് കത്തിച്ചു. അത് തടയാനെത്തിയ സുരക്ഷാ സേനാ അംഗങ്ങൾക്കെതിരെ കല്ലെറിഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു വലിയ കുഴപ്പം അവിടെ ഉണ്ടായി. പല മേഖലകളിലും ഈ പ്രശ്നമുണ്ട്. അത് മാത്രവുമല്ല, മോദി എത്തുന്ന ശനിയാഴ്ച സംസ്ഥാനമാകെ അടച്ചിടണമെന്നും മോദിയെ ബഹിഷ്കരിക്കണമെന്നും 6 നിരോധിത സംഘടനകൾ ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിഷേധം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മോദിയുടെ മണിപ്പൂർ യാത്ര ഒരു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ അകത്താക്കാൻ വേണ്ടിയുള്ള സജീവ ശ്രമം നടക്കുന്നുമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി എത്തി ചുരാചന്ദ്പൂരിലും ഒപ്പം തന്നെ ഇംഫാലിലുമാണ് സംസാരിക്കുക. ഈ ചുരാചന്ദ്പൂർ എന്ന് പറയുന്നത് കുക്കി ഭൂരിപക്ഷ മേഖലയാണ്. കുക്കി ഭൂരിപക്ഷ മേഖലയിലെ ചുരാചന്ദ്പൂരിൽ ഇപ്പോൾ ഈ ഫ്ലക്സ് ബോർഡുകൾ കത്തിച്ചിരിക്കുന്നു. ഒരു പക്ഷേ സമാധാനത്തിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തിയേക്കാം. പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് മണിപ്പൂർ ഈ കലാപത്തിന് ശേഷം സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്.